ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +2 ഹിന്ദി 2026 മാർച്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇടുന്നത്. വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വലിച്ചുവാരി പഠിക്കാതെ എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ +2 ഹിന്ദിക്ക് കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആകെയുള്ള ചാപ്റ്ററുകൾ 15, മൊത്തം ചോദ്യങ്ങൾ 26. അതിൽ ചോയ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ആദ്യമേ ഒന്ന് പരിചയപ്പെടണം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് 8 മാർക്ക് മുതൽ താഴോട്ടാണ്. 8 മാർക്കിന്, 6 മാർക്കിന്, അതുപോലെ 4 മാർക്ക്, 3 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അതിൽ നമുക്ക് നോക്കാം, എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, എന്താണ് അതിൽ ചോദിക്കുന്നത്? ഏറ്റവും കൂടുതൽ മാർക്ക് 8 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഈ ചോദ്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും. ഇത് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ആസ്വാദൻ ടിപ്പണി ഉണ്ടായിരിക്കും. 4-5 വരി കവിതകൾ തന്നിട്ട് അതിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ചോദ്യം, 2 മാർക്കിന്റെ ഒരു ചോദ്യം, ഏറ്റവും അവസാനത്തെ ആ ഭാഗത്തു നിന്നുള്ള അവസാനത്തെ ചോദ്യം 8 മാർക്കിനുള്ള ആസ്വാദൻ ടിപ്പണി ആയിരിക്കും. അതുപോലെ ചരിത്രപ്പ ടിപ്പണി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ പറ്റി ഒരു ടിപ്പണി തയ്യാറാക്കുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതാണ് ചരിത്രപ്പ ടിപ്പണി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ബാത്ചീത്താണ്, സംഭാഷണമാണ്. ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 8 മാർക്ക് നമുക്ക് വാങ്ങാൻ വളരെ സിമ്പിളാണ്. ഭാവാർത്ഥം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഒരു പദ്യത്തിന്റെ ആ പദ്യത്തിന്റെ ഭാവാർത്ഥം എഴുതാനാണ് നമുക്കുണ്ടാകുന്നത്. ഭാവാർത്ഥം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് എഴുതേണ്ടത് ആ കവിയെക്കുറിച്ചാണ്. കവിയെക്കുറിച്ച് എഴുതിയതിനു ശേഷം രണ്ടാമത്തെ പാരഗ്രാഫ് ആ പദ്യത്തെക്കുറിച്ചും തൊട്ടടുത്ത ഒരു ചെറിയൊരു പാരഗ്രാഫ് അത് നമ്മുടേതാകുന്ന ഒരു അഭിപ്രായവും കൂടി ചേർത്തെഴുതുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും 8 മാർക്ക് കിട്ടിയിരിക്കും. 8 മാർക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുന്ന സമയത്ത് എപ്പോഴും അത് ഒരു പുതിയ പേജിലായിരിക്കണം, ഒരു ഫ്രഷ് പേജ് ആയിരിക്കണം. നേരത്തെ എഴുതി വന്ന ചോദ്യത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടല്ല എഴുതേണ്ടത്. അല്ലെങ്കിൽ ഒരു പുതിയ പേജില് നമ്മൾ ഒരു 1/4 ഭാഗം ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ എഴുതാം എന്ന് വിചാരിക്കരുത്. 8 മാർക്കിന്റെ ചോദ്യം എഴുതുമ്പോൾ ആ പേജ് വിട്ടിട്ട് തൊട്ടടുത്ത പേജിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതായത് ആ പേജ് മുഴുവനായിട്ടും നിറച്ച് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് 8 മാർക്കും കിട്ടുകയുള്ളൂ. അതുപോലെ 8 മാർക്കിനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻസ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഡയറിയാണ്. അങ്ങനെ ഡയറി, വിജ്ഞാപൻ, പാരിഭാഷിക് ശബ്ദ, പത്ര, ഇത് 4 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഡയറി കമ്പൽസറിയാണ്, വിജ്ഞാപൻ അഡ്വർടൈസ്മെന്റ് കമ്പൽസറിയാണ്, പാരിഭാഷിക് ശബ്ദാവലി 12 എണ്ണം തരും. അതിൽ നിന്ന് 8 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അതിന് 8 മാർക്ക്. പിന്നെ ഒരു പത്ര ഉണ്ടായിരിക്കും. അങ്ങനെ 8 മാർക്ക് വീതം ഉള്ള 3 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ 8 × 3 24 മാർക്കിന് നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ ആസ്വാദൻ ടിപ്പണി
സംക്ഷേപൺ, ബാത്ചീത്, ഭാവാർത്ഥ്, പോസ്റ്റർ, അനുവാദ്. ഇത്രയും 6 മാർക്ക് വീതമാണ് ഉണ്ടാവുന്നത്. ആസ്വാദൻ ടിപ്പണി എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന 4 വരി പദ്യത്തിന്റെ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ആ പദ്യത്തെക്കുറിച്ച് മൊത്തമായിട്ട് എഴുതേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. സംക്ഷേപൺ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും സംക്ഷേപൺ എഴുതുമ്പോൾ വളരെ ചുരുക്കി എഴുതിയാൽ 6 മാർക്ക് കിട്ടുമോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ ഏറ്റവും ചുരുക്കി എഴുതുന്നതാണ് 6 മാർക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തത് ബാത്ചീത്തിന് 6 മാർക്കാണ്. ഭാവാർത്ഥ്, പോസ്റ്റർ, അനുവാദ്, ജീവൻ മൃത്ത്, ഇത്രയും ചോദ്യങ്ങൾ 6 മാർക്കിന് ഉള്ളതാണ്. ആ 6 മാർക്കിന് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഒരു 3/4 പേജ് വീതം നമ്മൾ എഴുതണം. അടുത്തത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ 3 ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ നമുക്ക് 12 മാർക്കാണ് ലഭിക്കുന്നത്. ചരിത്രചിത്രൻ, ദോഹ, അതുപോലെ ഹൈക്കു, ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് 4 മാർക്കിന് നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ നമുക്ക് അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തും ശ്രദ്ധിച്ചും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം സിമ്പിളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് എളുപ്പത്തിൽ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. 8 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണപ്പെടുന്ന ചോദ്യങ്ങളാണ് ഡയറി, പോസ്റ്റർ, ലെറ്റർ, ആസ്വാദൻ ടിപ്പണി, ചരിത്രപ്പ ടിപ്പണി, ബാത്ചീത്ത്, ഭാവാർത്ഥ്, വിജ്ഞാപൻ, അനുവാദ്. ഇതെല്ലാം എത്ര മാർക്കിനാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ വിവരങ്ങൾ അനുസരിച്ച് ഈ രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്, എങ്ങനെയാണ് ആസ്വാദൻ ടിപ്പണി എഴുതേണ്ടത്, എങ്ങനെയാണ് വിജ്ഞാപൻ അഥവാ അഡ്വർടൈസ്മെന്റ് എഴുതി 8 മാർക്ക് വാങ്ങുന്നത്, ലെറ്റർ എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹിന്ദി ചേംബറിൽ കയറിയാൽ നിങ്ങൾക്ക് ഓരോ ചോദ്യവും അതിൻ്റെ എഴുതാനുള്ള എളുപ്പ വഴിയും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കുട്ടികൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.